നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 322 322. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 33-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമാണ്. ഇന്ന് 8-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അത് തം ത്വാം അഹം ബ്രഹ്മ പരം പുമാംസം പും ആസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. എന്തൊരു ശാന്തഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ വാക്കാർത്ഥങ്ങൾ വരണു. സ്വരൂപശോഭയാൽ ധ്വംസിക്കപ്പെട്ട ഗുണപ്രവാഹത്തോടു കൂടിയവനും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്ന മനസ്സിൽ ചിന്തിപ്പാൻ യോഗ്യനും. അതായത് ലൗകികമായ ചിന്തകളെ ഭാണ്ഡം കെട്ടി പുറത്തിട്ടാൽ മാത്രമേ അലൗകികമായ ചിന്തകൾ മനസ്സിൽ വിടരൂ. എല്ലാറ്റിനും ഒരു സ്പേസ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അലൗകികത്തിനുള്ള ഡിവൈൻ ആക്ടിവിറ്റീസിനുള്ള സ്പേസിൽ ലൗകികം വളർന്നാൽ മോശമാണ്, അതിനെ പിഴുതെറിയണം. അതാണ് പറഞ്ഞത്. യോഗ്യനും ഗർഭത്തിൽ വേദങ്ങളോടുകൂടിയവനും കപില സംജ്ഞയെ വഹിച്ചിരിക്കുന്നവനും സർവത്ര വ്യാപിച്ചിരിക്കുന്നവനും പരമപുരുഷനുമായിരിക്കുന്ന ആ നിന്ദുരുവടിയാകുന്ന ബ്രഹ്മത്തെ ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ കപില മഹർഷി എന്താ? ബ്രഹ്മാണ്. നമ്മളാരാ? ബ്രഹ്മാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിക്കപ്പെട്ട മനസ്സിൽ ധ്യാനിപ്പാൻ യോഗ്യനും സ്വപ്രകാശത്താൽ ഗുണപ്രവാഹജന്യമായ പ്രകൃതി ഗുണങ്ങളില്ല അവിടെ ആധ്യാത്മികത മാത്രമേ ഉള്ളൂ. അപ്പോൾ സംസാരത്തെ നിശേഷം നശിപ്പിച്ച്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഭക്തന്മാർക്ക് മോക്ഷത്തെ നൽകുന്നവനും ജ്ഞാനം സ്വരൂപമായിരിക്കുന്നവനും സാഖ്യാശാസ്ത്രത്തിൽ പരമപുരുഷനെന്നും പുരാണത്തിൽ വിഷ്ണുവെന്നും ഈ അവതാരത്തിൽ കപിലനെന്നും സംജ്ഞ എന്ന് പറഞ്ഞ പേരെന്നർത്ഥം ധരിച്ചിരിക്കുന്നവനും പരബ്രഹ്മമൂർത്തിയുമായ നിന്ദുരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. വളരെ ട്രാൻസ്പാരൻ്റ് പ്രസ്താവനകളാണ്. അതങ്ങോട്ട് മനസ്സിലേറി നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ മൈത്രേയർ പറയണു 9-ാമത്തെ ശ്ലോകം. ഈഢിതോ ഭഗവാൻ ഏവം കപിലാഖ്യാപരം പുമാൻ വാച വിക്ലവയേത്യാഹ മാതരം മാതൃവത്സലാം. ഇന്നലെ മദേഴ്സ് ഡേ ആണ്. പക്ഷേ മദേഴ്സ് ഡേ എന്നും മദേഴ്സ് ഡേ. ഒരു നേരമെങ്കിലും മാതാവിനെ ധിക്കരിച്ചും കൊണ്ട് എന്തെങ്കിലും ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവൻ സർവനാശത്തിന് വിധേയനാവുന്ന പ്രമാണം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അച്ഛൻ കള്ളുകുടിക്കാരനാണെങ്കിലും ചൂതുകളിക്കാരനാണെങ്കിലും ആ വ്യക്തിത്വത്തെ നമ്മൾ ആരായിട്ട് കണക്കാക്കണം? ഭഗവാനായിട്ട്, ഈശ്വരനായിട്ട് കണക്കാക്കണം. അമ്മയെ ഭഗവതിയായിട്ട് കണക്കാക്കണം. അപ്പോൾ പറയണു, ഇപ്രകാരം സ്തുതിക്കപ്പെട്ട കപിലൻ എന്ന ആഖ്യയോടുകൂടിയ പരമപുരുഷനായ ഭഗവാൻ മാതാവിൽ വാത്സല്യയുക്തനായിട്ട് ഗൽഗത വാക്കുകൊണ്ട് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു. അതെന്താണ് കേൾക്കുക. അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. കപിലൻ എന്ന നാമധേയത്തെ ധരിച്ചിരിക്കുന്ന പരമപുരുഷനായ ഭഗവാൻ ഇപ്രകാരം ദേവഹൂതിയാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ മാതൃവാത്സല്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മാതാവിനോട്
തടഞ്ഞു വരുന്ന അക്ഷരങ്ങളോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. എന്തിനാ തടയണത്? തടഞ്ഞു വരുന്നത് ഗദ്ഗതം വരുമ്പോൾ അങ്ങനെയാണ്. അമ്മ എന്ന് പറഞ്ഞൊരു ഇമോഷണൽ ആസ്പെക്റ്റാണ്, വിചാരധാരയിലുള്ളതാണ്, വികാരത്തിലല്ല വിചാരധാരയിലുള്ളതാണ് അമ്മ. എത്ര വർഷം മുമ്പ് കാലഹരണപ്പെട്ടു പോയാലും ആ രണ്ടക്ഷരം സ്മരിച്ചാൽ ആ അമ്മ പല രൂപത്തിൽ നമ്മളെ സംരക്ഷിക്കാതെ കണ്ടിരിക്കില്ല. കപില ഉവാച, കപില ഭഗവാൻ അമ്മോട് പറയാണ് 10ാമത്തെ ശ്ലോകം. മാർഗേണ അനേന മാതസ്തേ സുസേവ്യേനോദിതേന മേ ആസ്തിതേന പരാം കാഷ്ടാം അജിരാത് അവരോത്സ്യസി. ഹേ മാതാവേ, അങ്ങയാൽ സുഖമായി സേവിപ്പാൻ യോഗ്യമായും എന്നാൽ പറയപ്പെട്ടതായും അനുഷ്ഠിക്കപ്പെട്ടതായുമിരിക്കുന്ന ഈ മാർഗത്താൽ അധികം താമസം കൂടാതെ പരമപദവിയെ പ്രാപിക്കുന്ന. സാധിക്കുമോ എന്നുള്ള സംശയം വരരുത്, പലവർക്കുണ്ട്. സാധിക്കുമോ? സാധിക്കും. ഭാഗവതം പറഞ്ഞു സാധിക്കും. അപ്പോൾ ഭാഗവതം പഠിച്ച ഒരാൾ സംശയം പറയില്ല, കണ്ടീഷണലായിട്ട് പറയും യെസ് വി ക്യാൻ ഡു ദാറ്റ്, വി വിൽ റീച്ച് ദർ, അങ്ങനെ പറയാം. അപ്പോൾ കപില ഭഗവാൻ അതിൻ്റെ ഭാവാർത്ഥത്തെ പറയുന്നു. ഹേ മാതാവേ, പ്രയാസം കൂടാതെ അനുസരിപ്പാൻ സാധിക്കുന്നതും ഒരു പ്രയാസമില്ല, എന്നാൽ അത് അദ്ദേഹത്താൽ ഉപദേശിക്കപ്പെട്ടതും അനുഷ്ഠിക്കപ്പെടുന്നതുമായ ഈ മാർഗത്തിൽ കൂടെ അമ്മ, അതായത് ദേവഹൂതി, കാലതാമസം കൂടാതെ പരമപദത്തെ പ്രാപിക്കുന്ന അതൊരു വരാണ്. 11ാമത്തെ ശ്ലോകം. ശ്രദ്ധൽസൈതന്മദം മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദിഭി യേന മാം അഭവം യായ മൃത്യും മൃച്ഛന്ത്യദ്വിധാം. അതായത് ബ്രഹ്മത്തെ ഉപദേശിക്കുന്നവരാൽ സേവിക്കപ്പെട്ടത് യാതൊന്നോ എൻ്റെ ഈ മതത്തെ ശ്രദ്ധിച്ചാലും. എൻ്റെ ഈ മതത്തെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ ഈ ആശയമാണ്. മതം എന്ന് പറഞ്ഞാൽ ആശയമാണ്, അഭിപ്രായമാണ്. അതിനെ നിങ്ങൾ സ്വീകരിച്ചോളൂ. യാതൊന്നിനാൽ സംസാരാതീതനായ എന്നെ. അപ്പോൾ കപില മഹർഷിയും ഭഗവാനും ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ ആരാ? അതീതനാണ്. അതീതനായ എന്നെ, സംസാര അധീനനായ എന്നെ. അതാണ് സംസാരത്തിലുള്ള ഭാര്യയും ഭർത്താവും കൂടി ലോയൽറ്റി ഉണ്ടാവണം, ലോയലായിരിക്കണം. പക്ഷേ രണ്ടുപേരും സംസാരത്തിന് അതീതനായിരിക്കുന്ന ഈശ്വരനെ പ്രാപിക്കാനുള്ള ത്വരിത ഉണ്ടായിരിക്കണം. അപ്പോൾ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വെള്ളത്തിൽ നിന്ന് കരകയറ്റണമെങ്കിൽ സാമർഥ്യമുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ രണ്ടാളും മുങ്ങി മരിക്കും. അപ്പോൾ പറയണു പ്രാപിക്കും. അതിനെ അറിയാത്തവർ മരണത്തെ പ്രാപിക്കുന്നു. എന്താ മരണത്തെ പ്രാപിച്ചാൽ കുഴപ്പം? പുനരഭിജനനം ഉറപ്പായി. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷമാർഗത്തിനുള്ള വഴികൾ തേടി അവിടെ എത്തിയിരിക്കണം. അപ്പോൾ പുനരഭിമരണം ഉണ്ടാവില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ഞാൻ ഉപദേശിച്ചതായ, അതായത് കപില മഹർഷി ഉപദേശിച്ചതായ ഈ മാർഗത്തിൽ വിശ്വാസപൂർവം, ആ വാക്ക് എടുത്താൽ പൊന്തില്ല, വിശ്വാസപൂർവം, വിശ്വത്തിന് ആശ്വാസം ഉണ്ടാവണമെന്നാണ് അർത്ഥം, അല്ലാണ്ട് മമത ഇല്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ചിലവർ എഴുതും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്, അവരവർക്ക് വേണ്ടി ജീവിക്കൂ എന്നൊക്കെ. അത് ലൗകികത്തിൽ ഇറ്റ് ഈസ് ഓക്കെ, ഡിവൈനിൽ അങ്ങനെയല്ല. പ്രീതികരമായിട്ട് ജീവിക്കൂ, കുറച്ച് കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ജീവിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസപൂർവം അനുഷ്ഠിച്ചു കൊള്ളുക. ഇതൊരു പുതിയ മതമല്ല. ഈ കപിലോപാഖ്യാനം പുതുതല്ല, എവർലാസ്റ്റിംഗ് ആണ്, എവർ എക്സിസ്റ്റിംഗ് ആണ്. മുമ്പും ബ്രഹ്മോപദേശം ചെയ്തിരുന്ന ആചാര്യന്മാർ ഈ മാർഗത്തെ ആശ്രയിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ഈ മാർഗത്തെ അറിഞ്ഞ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് ജന്മാദി വികാരങ്ങളെ കടന്നിരിക്കുന്ന എന്നെ ഭവതി പ്രാപിക്കും, അതായത് ബ്രഹ്മത്തിൽ ലയിക്കും. ഇതറിയാത്തവർ പിന്നെയും സംസാരമാർഗത്തിൽ വന്നു ചേരുന്നു എന്നാണ് പറഞ്ഞത്.
മൈത്രേയ വാച, മൈത്രേയർ പറയണു 12ാമത്തെ ശ്ലോകം, ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താം ആത്മനോ ഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലോ അനുമതോ യയോ. എന്താ പറഞ്ഞത്? പരിശുദ്ധയായ അവർക്ക്, ഇവിടെ ദേവഹൂതി ആരാ? പരിശുദ്ധയാണ്. തൻ്റെ ജീവിതം തന്നെ തൻ്റെ ഭർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ശരീരം എല്ലും തോലുമായി, പക്ഷേ അദ്ദേഹത്തിൻ്റെ അലൗകിക പ്രഭാവത്താൽ പൂർണ്ണ യൗവനയുക്തിയായിട്ട് വളരെ കാലം അദ്ദേഹത്തോടു കൂടി അതായത് കുടുംബജീവിതമൊക്കെ നയിച്ച് അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ ഇപ്രകാരം കാട്ടിക്കൊടുത്തിട്ട് ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന തൻ്റെ മാതാവിനാൽ സമ്മതിക്കപ്പെട്ട കപിലൻ യാനം ചെയ്തു. എന്നാ അമ്മേ ഞാൻ പോണു, എന്നെ അനുഗ്രഹിക്കണമെന്നായി. അദ്ദേഹം പോയി. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത് മൈത്രേയർ പറഞ്ഞു, പ്ലൂറലായിട്ടാണ് പറയുക. അതായത് ബഹുവചനാണത്. മൈത്രേയൻ എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, മറ്റത് ബഹുമാനപൂർവ്വമാണ് പറഞ്ഞത്. ആത്മാവിനെ പ്രാപിക്കേണ്ടതായ മാർഗത്തെ, സ്വയം ആത്മാവ് ജീവസത്തയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്, അതിൽ ലയിക്കണമെന്നുണ്ടെങ്കിൽ ചിലവർ വായിച്ച് പഠിച്ചിട്ടുള്ളവർ നമ്മളെ ഖണ്ഡിക്കും. അപ്പോൾ നമ്മൾക്ക് ക്രോധം വരരുത്. അവർ പഠിച്ച രീതിയിലല്ലാതെ കണ്ട് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ശാന്തത വിടില്ല. ഓക്കെ, ഞാൻ വാദിക്കാൻ പോവില്ല. കാരണം എന്താ? കോലാഹലം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല ഈ ജീവിതത്തിൽ, നേടില്ല, കഷ്ടപ്പാടുകൾ വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു ആത്മാവിനെ പ്രാപിക്കേണ്ടതായ മാർഗത്തെ ഇപ്രകാരം മാതാവിന് ഉപദേശിച്ച ഭഗവാൻ കപിലാചാര്യർ ബ്രഹ്മജ്ഞയായ മാതാവിൻ്റെ അനുവാദം സിദ്ധിച്ചതിനാൽ അവിടം വിട്ടുപോയി എന്നാ. അപ്പോൾ യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ വെറുതെ പോയി എന്നുള്ളൂ. പക്ഷേ അവിടെ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മാതാവിനോടുള്ള കരുണ, മാതാവിനോടുള്ള ദയ, മാതാവിനോടുള്ള ആദരവ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. 13ാമത്തെ ശ്ലോകം, സാ ച അഭി തനയോക്തേന, തനയ ഉക്തേന മകനാൽ പറയപ്പെട്ടത്, യോഗാദേശേന യോഗയുഗ് തസ്മിന്നാശ്രമ ആപീഡേ സരസ്വത്യാ സമാഹിതാം. അവളും സാ ച അഭി, അവളും അതായത് കപില ഭഗവാന്റെ അമ്മ ദേവഹൂതിയും പുത്രനാൽ പറയപ്പെട്ട യോഗമാർഗത്താൽ ചിത്തത്തെ അടക്കിയവളായിട്ട്, ചിത്തത്തെ അടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ചിത്തത്തിൽ അടക്കിയിട്ടെന്ന് അർത്ഥം പറയണം. ചിത്തത്തിന് അല്ലെങ്കിൽ അടക്കാൻ പറ്റില്ല, ചിത്തത്തിൽ ലയിക്കുകയോ ചെയ്യാം. അപ്പോൾ ചിത്തത്തെ അടക്കുന്നവളായിട്ട് സമാഹിത, അപ്പോൾ അതിലൊക്കെ വരും സരസ്വതിയുടെ, അതായത് സരസ്വതി നദിയുടെ അലങ്കാരമായിരിക്കുന്ന ആ ആശ്രമത്തിൽ യോഗത്തോട് യോജിച്ചവളായി. യോഗത്തോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ ലയിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, പുത്രൻ ഉപദേശിച്ചതായ ആ യോഗത്തെ ആശ്രയിച്ച് മനസ്സിനെ അടക്കിക്കൊണ്ടിരുന്ന ആ ദേവഹൂതിയും സരസ്വതി നദിക്കരയ്ക്ക് അലങ്കാരമായി ഭവിച്ചതായ ബിന്ദുസരസ് എന്ന പേരുള്ള ആ ആശ്രമത്തിൽ യോഗയുക്തയായിരുന്നു എന്ന് പറഞ്ഞു. 14ാമത്തെ ശ്ലോകം, അഭീഷ്ണ അവഗാഹകപ്പിശാൻ ജഡിലാൻ കുടിലാളകാൻ ആത്മാനം ച ഉഗ്രതപസാ ബിഭ്രതി ചീരിണം കൃശം. എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായാലും തപസ്സനുഷ്ഠിക്കാതെ കൊണ്ടിരിക്കരുത്. തപസ്സനുഷ്ഠിച്ച് ശരീരപുഷ്ടി നശിപ്പിച്ച് ആത്മപുഷ്ടി വളർത്തണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തടിച്ച ശരീരം, കൊഴുത്ത ശരീരമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുക. അതിനെ നിലയ്ക്ക് നിർത്തി ആ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൽ ലയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിരന്തര സ്നാനത്താൽ, നിരന്തര സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? കാലത്ത് കുളിക്കുക, ഉച്ചയ്ക്ക് കുളിക്കുക, വൈകുന്നേരം കുളിക്കുക, 3 നേരം കുളിക്കണം എന്നാ. അങ്ങനെ വരുമ്പോൾ കപിശ നിറത്തോടു കൂടിയ വെള്ളം, കപിശം എന്ന് പറഞ്ഞാൽ ഇളം മഞ്ഞ, ഒരു
എന്താണെന്ന് പറയുക, ഈ ശരീരത്തിൽ അനീമിയ എന്ന് പറയും. അനീമിയ, രക്തപ്രസാദം ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ നിരന്തര സ്നാനത്താൽ കപിശ നിറത്തോടു കൂടിയും ജട പിടിച്ചും ഇരിക്കുന്ന വളഞ്ഞ കുറുനിരകളെയും ചീരത്തോടു കൂടിയതും, ചീരണം അതായത് പിന്നെ തോല് കൊണ്ടുള്ള പിന്നെ എന്താണ് പറയുക, നാണം മറയ്ക്കാനുള്ള വസ്ത്രം, കഠിന തപസ്സുകൊണ്ട് ചടച്ചിരിക്കുന്നതുമായ ദേഹത്തെയും ധരിച്ചവളായിരുന്നു. ഈ ശരീരത്തിനെ ചടപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവശ്യമുണ്ടോ? രജോ ഗുണം കൂടും. അത് ഞാൻ ഇനി പ്ലെയിനായിട്ട് പറയാണ്ടിരിക്കേണ്ട വിചാരിച്ചു, പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ശരീരത്തിലുള്ള രജോ ഗുണമാണ് ഈ പ്രശ്നകാരി, അതിനെയാണ് ചടപ്പിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം എന്നീ 3 കാലങ്ങളിലുള്ള സ്നാനം നിമിത്തം കപിശ നിറത്തോടുകൂടെയും ജട പിടിച്ചു വിരിക്കുന്ന കുറുനിരകളെയും മരവുരിയെയും ചീരണം, ഉഗ്രതപസ് നിമിത്തം നന്നെ കൃശമായും ഇരിക്കുന്ന ദേഹത്തെയും ധരിച്ചിരുന്നു എന്ന് പറഞ്ഞു. 15-ാമത്തെ ശ്ലോകം. പ്രജാപതേ കർദമസ്യ തപോ യോഗ വിജൃംഭിതം സ്വഗാർഹസ്ത്യമനൗപമ്യം പ്രാർത്ഥ്യം വൈമാനികൈരവി. കർദമ പ്രജാപതിയുടെ തപസ്സിനാലും യോഗത്താലും വിജൃംഭിക്കപ്പെട്ടതും ഉപമയില്ലാത്തതും കമ്പയർ ചെയ്യാൻ പറ്റാത്തതും വിമാനത്തിൽ വിമാനത്തിൽ സഞ്ചരിക്കുന്നവരാലും പ്രാർത്ഥിക്കപ്പെടുവാൻ യോഗ്യവുമായിരുന്ന സ്വന്തം ഗൃഹം, അതായത് പർണശാലയിൽ. അതിൻ്റെ ഭാവാർത്ഥം, ദേവഹൂതിയുടെ വാസസ്ഥാനം അസാധാരണ മഹിമയും സൗന്ദര്യവുമുള്ളതുമായിരുന്നു. കർദമ പ്രജാപതിയുടെ തപസ്സിൻ്റെയും യോഗസിദ്ധിയുടെയും വൈഭവത്താൽ സകല സമൃദ്ധികളും നിറഞ്ഞിരിക്കുന്നതും അന്യമായിരിക്കുന്ന യാതൊരു ഗൃഹത്തിനോടും ഉപമിപ്പാൻ പാടില്ലാത്ത വിധത്തിൽ അത്ര മനോഹരവും വിമാനത്തിലിരുന്ന് സഞ്ചരിക്കുന്നവരാൽ കൂടെ, അതായത് സുരന്മാരാൽ കൂടെ, ദേവന്മാരാൽ കൂടെ കാക്ഷിക്കത്തക്കതുമായിരുന്നു. അവരാൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. 16. പയഫേന നിഭാഷയ്യാ ദാന്താരുക്മപരിച്ഛദാ ആസനാനി ച ഹൈമാനി സുസ്പർശാസ്തരണാനി ച. അതായത് പാൽനുര പോലെ ഇരിക്കുന്ന ശയനങ്ങൾ, അതായത് കടക്കകൾ, വിരിപ്പുകൾ എന്നൊക്കെ അർത്ഥം പറയാം. ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ടവയും സ്വർണാലങ്കാരങ്ങളുള്ളവയും സുഖസ്പർശമുള്ള വിരിപ്പുകളോടുകൂടിയവയും സ്വർണ്ണ നിർമ്മിതകളുമായ ഇരിപ്പാനുള്ള പീഠങ്ങളും സജ്ജമായിരുന്നു അവിടെ. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്. ആ ഗൃഹത്തിലുള്ള ശയ്യകളിലെ വിരിപ്പുകൾ പാൽനുര പോലെ വർണ്ണത്തിലുള്ളവയും മഞ്ചങ്ങൾ, അതായത് കട്ടിലുകൾ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയവയും സ്വർണാലങ്കാരമുള്ളവയും ഇരിപ്പാനുള്ള പീഠങ്ങൾ സ്വർണ്ണ നിർമ്മിതങ്ങളും മൃദുവുമായ മേൽവിരിപ്പുകളുള്ളവയുമായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ പന്തലിടുമ്പോൾ ഉള്ളിൽ സീലിംഗ് ചെയ്യും തുണികളെ കൊണ്ട്, ടാർപ്പായ കാണാത്ത വിധത്തിൽ. അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെയൊക്കെ സ്വർണ്ണമയാന്ന് മാത്രം. ഇനി 17-ാമത്തെ ശ്ലോകം പറയുന്നു. സ്വച്ഛസ്ഫടികഗുഡ്യേഷു മഹാമാരഗതേഷു ച രത്നപ്രദീപ ആഭാന്തിലലനാരത്നസംയുധാം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത്, നിർമ്മല സ്ഫടികക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഭിത്തികളൊക്കെ എങ്ങനെയാണ്? സ്ഫടികക്കല്ലുകൾ കൊണ്ട് രത്നദീപങ്ങളും സ്ത്രീരത്നങ്ങളോടുകൂടിയവയായിട്ട് ശോഭിക്കുന്നു. അതായത് വളരെ കമനീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഭാവാർത്ഥം പറയണു. നിർമ്മല സ്ഫടികങ്ങൾ കൊണ്ടും മരതകരത്നം കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന ഭിത്തികളിൽ രത്നാലങ്കാരയുക്തങ്ങളായ ദാസികളും
രത്നദീപങ്ങളും പ്രതിബിംബിച്ച് ശോഭിക്കുന്നത് കാണാം. പ്രതിബിംബമാണ്, ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെന്ന് മനസ്സിലാക്കണം. 12ാമത്തെ ശ്ലോകം. ഗൃഹോദ്യാനം കുസുമിതൈരമ്യം ബഹ്വം മരദ്രുമേ കൂജിത് വിഹംഗമിഥുനം ഗായൻ മത്തമധൂവ്രതം. പുഷ്പങ്ങളുള്ള അനേക ദേവവൃക്ഷങ്ങളാൽ മനോഹരമായും ശബ്ദിക്കുന്ന ഇണപ്പക്ഷികളോടും പാടുന്ന മതിച്ച വണ്ടുകളോടും കൂടിയതായിരുന്നു ഭവനത്തിലെ പൂന്തോട്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ഗൃഹത്തിലുള്ള പൂങ്കാവനം പുഷ്പിച്ചു നിൽക്കുന്ന ദേവവൃക്ഷങ്ങളാലും, അതായത് ഭൂമിയിലുള്ള വൃക്ഷങ്ങളല്ല, ദേവവൃക്ഷങ്ങളാണ്, ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഇണപ്പക്ഷികളാലും പാടിക്കൊണ്ടു പറക്കുന്ന വണ്ടിൻ കൂട്ടങ്ങളാലും മനോഹരമായിരുന്നു എന്നാണ് പറഞ്ഞത്. 19ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. യത്ര പ്രവിഷ്ടം ആത്മാനം വിബുധാനുചരാജുഗു വ്യാപ്യാമുത്പലഗന്ധിന്യാം കർദമേനോപലാളിതം. കർദമ പ്രജാപതി വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സൃഷ്ടിച്ചിട്ടുള്ളതാണത്. അപ്പോൾ താമര പൂമണത്തോടുകൂടിയ യാതൊന്നിലെ തടാകത്തിൽ പ്രവേശിച്ചതും, അവിടെ ഒരു കുളമുണ്ട്, അതെങ്ങനെയാണ്? താമരപ്പൊയ്കയാണ്. കർദമനാൽ സമീപത്തിരുത്തി ലാളിക്കപ്പെട്ടതുമായ ശരീരത്തെ, ദേവഹൂതിയുടെ ശരീരത്തെ ദേവവർഗത്തിൽ ഉൾപ്പെട്ടവർ സ്വസ്ത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ആളെ നോക്കിയിട്ട് വേണമല്ലോ സ്വസ്ത്രം ചെയ്യാൻ, വേണ്ടേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഉൽപ്പല ഗന്ധത്തോടുകൂടിയ യാതൊരാശ്രമ വാപിയിൽ, വാപി എന്ന് പറഞ്ഞാൽ കുളം എന്നാണ് അർത്ഥം പറയാം, പ്രവേശിച്ച സമയത്തിൽ കർദമനാൽ സ്നേഹം ലാളിക്കപ്പെട്ടതായ സ്വശരീരത്തെ, ദേവഹൂതിയുടെ ശരീരത്തെ ദേവവർഗത്തിൽ ഉൾപ്പെട്ട ഗന്ധർവാദികൾ സ്വസ്ത്രം ചെയ്തു. 20ാമത്തെ ശ്ലോകം. ഹിത്വാ തദീപ്സിത തദീപ്സിതം അപ്യാഖണ്ഡലയോഷിതാം കിഞ്ചിച്ചകാരവദനം പുത്രവിശ്ലേഷണാതുരാം. അതായത് ഇന്ദ്രൻ്റെ സ്ത്രീകൾ കൂടെ, ഇന്ദ്രലോകത്തുള്ള ഉർവശി, രംഭ, തിലോത്തമ മുതൽ പേര് ഏറ്റവും ഇഷ്ടപ്പെടുവാൻ തക്ക വിധത്തിലുള്ള ആശ്രമത്തെ ഉപേക്ഷിച്ചിട്ട് പുത്രൻ്റെ വിരഹത്തിൽ ദുഃഖത്തോടു കൂടിയവളായിട്ട് മുഖത്തെ അല്പമാക്കി ചെയ്തു എന്നാണ്. അതായത് കപില മഹർഷിയുടെ തിരോധാനം ദേവഹൂതിക്ക് വളരെയധികം വേദനാജനകമായിരുന്നു. അപ്പോൾ താൻ ആർക്കും മുഖം കൊടുക്കാത്ത രീതിയിൽ പെരുമാറി എന്നൊക്കെ അർത്ഥം പറയണം, മനസ്സിലാക്കണം നമ്മൾ. അത് എങ്ങനെയാണ് ഇനി ഭാവാർത്ഥത്തിൽ പറയുന്നത്? ഇന്ദ്രലോകത്തിലെ സ്ത്രീകൾ കൂടെ ആഗ്രഹിക്കുവാൻ തക്കവിധം അത്ര മനോഹരമായിരുന്ന ആ ആശ്രമാദികളിലുണ്ടായിരുന്ന അഭിമാനത്തെ നിശേഷം ഉപേക്ഷിച്ച്, അതാണ് ഈ ലൗകികത്തെ ഉപേക്ഷിക്കുക. ലൗകികത്തെ ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യങ്ങളിലല്ല ജീവിക്കേണ്ടത്, ടു ദി മിനിമം ആഗ്രഹം ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഉപേക്ഷിച്ച് യോഗരതയായിരുന്നു. എല്ലാം വിട്ടുപോകേണ്ടതാണ് അല്ലേ? അപ്പോൾ എന്നാലും പുത്രൻ്റെ വിരഹം നിമിത്തമുണ്ടായ ദുഃഖത്താൽ മുഖത്തിന് അല്പം വാട്ടമുണ്ടായി എന്ന് പറഞ്ഞു. അത് നാച്ചുറലാണ്, സ്വാഭാവികമാണ്. 21ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. വനം പ്രവ്രജിതേ പത്യാവപത്യവിരഹാധുരാ ജ്ഞാതതത്വാഭ്യഭുന്നഷ്ടേ വത്സേ ഗൗരിവ വത്സല. അതായത് കുട്ടി നഷ്ടപ്പെട്ട പശുവിനെ പോലെ ദുഃഖിച്ചു എന്നാണ് പറഞ്ഞതേ. ഭർത്താവ് വനത്തിലേക്ക് പോയിരിക്കുന്ന അവസ്ഥയിൽ സന്താനവിരഹത്താൽ ദുഃഖിതയായവൾ തത്വം അറിഞ്ഞവളായിരുന്നിട്ടും കാണാതെയിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് സ്നേഹയുക്തയായ പശുവെന്ന പോലെ ഭവിച്ചു എന്നാണ് ഒരു ഉപമയാണ്. അതിൻ്റെ ഗൗരവമായിട്ടുള്ള ഭാവാർത്ഥത്തിന് ക്ഷമിക്കാം നമുക്ക്. ദേഹാഭിമാനം തത്വജ്ഞാനികളെയും ഖേദിപ്പിക്കും. അതാണ്. അപ്പോൾ
ദേവഹൂതിനെ പോലെ സ്വന്തം ഉദരത്തിൽ കപിലമഹർഷി ജന്മം കൊണ്ടും കപിലോപാഖ്യാനം കേട്ടും അതാണ് ദേഹാഭിമാനം തത്വജ്ഞാനികളെയും ഖേദിപ്പിക്കും. അതിൻ്റെ ബാധ ഇല്ലാതിരിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. നോട്ട് ഈസി ബട്ട് പോസിബിൾ. ഈസി അല്ലാതെ പറയണോ പോസിബിൾ ആണെന്ന് പറയണു. അപ്പോൾ നമ്മളതിൻ്റെ ആ പോസിറ്റീവ് ഔട്ട്ലുക്ക് കൈവിടരുത്. എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, പെസിമിസ്റ്റിക് ആവരുത്. അപ്പോൾ ഒട്ടും എളുപ്പമല്ല എന്ന് കാണിക്കുന്നു. ഭർത്താവായ കർദമമുനി സന്യസിച്ചു പോയി, അപത്യത്തെ ആശ്രയിച്ചിരുന്നു. ഇപ്പോൾ പുത്രനും വെടിഞ്ഞുപോയി. ഈ അവസരത്തിൽ ആത്മാവിന് സംയോഗവും യോഗവുമില്ല എന്നുള്ള തത്വം നന്നായി അറിയുന്നവൾ തന്നെ. ഷീ നോസ് എവറിതിങ് ബട്ട് മനുഷ്യൻ്റെ ഗുണം അല്ലേ, അതാണ്ടായത്. അപ്പോൾ സംയോഗവും യോഗവും ഇല്ല എന്നുള്ള തത്വം നന്നായി അറിയുന്നവൾ തന്നെ എങ്കിലും പശുക്കുട്ടിയെ കാണാതിരിക്കുന്ന പശുവെന്ന പോലെ ദുഃഖിതയായിട്ട് ഭവിച്ചു. ഇഷ്ടജനവിയോഗ ദുഃഖം അസഹ്യം തന്നെ എന്ന് സാരം. പക്ഷേ അതിനെ ഊതിക്കത്തിക്കരുത്. ഇപ്പോൾ എനിക്ക് 74 ഒക്ടോബർ 9 എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. 51 വർഷമായി. പക്ഷേ ഇന്നും ഞാൻ ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഒരു ഋഷിതുല്യനാക്കി ഞാൻ ബഹുമാനിക്കണം. പക്ഷെ ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആദ്യം മുതൽക്ക് തന്നെ മരണസമയത്ത് ആരും മരിച്ചാലും, എൻ്റെ അച്ഛൻ മരിച്ചിട്ടും അതെ, എൻ്റെ അമ്മ മരിച്ചിട്ടും അതെ, ഞാൻ കരഞ്ഞിട്ടില്ല, ഞാൻ ദുഃഖിച്ചിട്ടില്ല. കാരണം ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ദുഃഖിച്ചത് കൊണ്ട് എനിക്ക് ലാഭമില്ല എന്നറിയാം. എന്നാൽ ദോഷങ്ങൾ പലതും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ദുഃഖിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഈ ഫീൽഡിൽ വരാൻ പറ്റില്ല. അങ്ങനെയാണ്, ഭഗവാനാണ് എന്നെ മോൾഡ് ചെയ്തത്. പറഞ്ഞു മനസ്സിലല്ലേ? അപ്പോൾ 22ാമത്തെ ശ്ലോകം നോക്കുക. ത്വം തം ഏവ ധ്യായതേ ദേവം അഭത്യം കപിലം ഹരിം. കപില മഹർഷി ശ്രീഹരിയുടെ അവതാരമാണ് കപിലം. ബഭുവാ ചിരതോ വത്സാ നിസ്പൃഹാ താദൃശേ ഗൃഹേ. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞു, ഹേ വിതുര, മൈത്രേയർ പറയാണ്, ഹേ വിതുര മൈത്രേയ സംവാദമാണല്ലോ. പുത്രനായ ആ കപിലമൂർത്തിയായ വിഷ്ണുവിനെ തന്നെ ധ്യാനിക്കുന്നവളായിട്ട് വേഗത്തിൽ ആ വിധത്തിലുള്ള വാസസ്ഥാനത്തിൽ ആഗ്രഹമിത്തവളായിട്ട് ഭവിച്ചു. ഇത്രയും, അതായത് ദേവലോകത്തുള്ള നാരീജനങ്ങൾ കൂടി അസൂയപ്പെടുന്ന സൗകര്യങ്ങളുണ്ട് ഈ സരസ്വതി ബിന്ദു സരസ് എന്നുള്ള ആശ്രമത്തിൽ. അവിടെ അരോചകമായി അതാണ് ഈ വൈരാഗ്യത്തിൻ്റെ തീവ്രത, വിരക്തിയുടെ തീവ്രത അനുഭവിക്കാൻ തുടങ്ങിയതാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. അല്ലയോ വത്സനായ വിതുര. മൈത്രേയ മഹർഷിയുടെ പ്രായം നോക്കുമ്പോൾ അദ്ദേഹത്തിന് മകൻ്റെ പ്രായമേ. പുത്രരൂപേണ അവതരിച്ച ശ്രീഹരിയായ കപിലാചാര്യരെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്ന ദേവഹൂതി അപ്രകാരമായിരിക്കുന്ന ആ ഗ്രഹത്തിൽ ഉടൻ തന്നെ ആഗ്രഹമില്ലാത്തവളായി ഭവിച്ചു. അത് റെയറസ്റ്റ് കേസാണ്. അതായാലോ ദെൻ ഇറ്റ് ഈസ് വെരി ഈസി. കപില മഹർഷി അരുൾ ചെയ്തിട്ടുള്ള ആ മുമുക്ഷപ്രാപ്തി അല്ലെങ്കിൽ വിഷ്ണുപ്രാപ്തി, വിഷ്ണുവിൽ ലയിക്കാനുള്ള സമയമായി എന്നാണ് പറഞ്ഞത്. 23ാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറഞ്ഞ് നിർത്താം. കാരണം 24, 25, 26, 27 അത് ഒന്നായിട്ട് പോകും. അത് നമുക്ക് നാളേക്ക് വയ്ക്കാം. അപ്പോൾ 23ാമത്തെ ശ്ലോകം എന്താ? ധ്യായതി ഭഗവത് രൂപം യത് ആഹ ധ്യാനഗോചരം. ഭഗവാനെ കാണാം. എവിടെ? ധ്യാനഗോചരം, ധ്യാനത്താൽ കാണപ്പെടുന്ന ആ പാദാദികേശം കേശാദിപാദം മനസ്സിൽ കാണാം. സുത പ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാ. പുത്രൻ ധ്യാനത്തിന് ആശ്രയമായിട്ട് പ്രസന്നമുഖത്തോടു കൂടിയ യാതൊരു ഭഗവത് സ്വരൂപത്തെ പറഞ്ഞുവോ സകലമായും അവയവങ്ങളെ വേർതിരിച്ചും കൊണ്ട് ധ്യാനിക്കുന്നവളായിത്തീർന്നു. അതായത് തൻ്റെ മകൻ പറഞ്ഞതായ രീതിയിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി.
അതിൻ്റെ ഭാവാർത്ഥം എന്താതെ ധ്യാനിപ്പാൻ വിഷയമാക്കണം എന്ന് ഉപദേശിച്ചിരിക്കുന്നതായ പ്രസന്നമുഖത്തോടുകൂടിയ ഭഗവത് രൂപത്തെ സമസ്തമായും വ്യത്യസ്തമായും ചിന്തിച്ചും കൊണ്ട് ധ്യാനയോഗത്തെ തന്നെ പരിശീലിച്ചു. പാദം മുതൽ ശിരസ് വരെ ഒന്നായിട്ട് ചിന്തിക്കുന്നത് സമസ്ത ചിന്ത. ഓരോ അവയവത്തെ വെവ്വേറെ ചിന്തിക്കുന്നത് വ്യസ്തചിന്ത. ഈ രണ്ടു വിധത്തിലുള്ള ചിന്തയാൽ ധ്യാനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് കേശാദിപാദം പാദാദികേശം. ഒന്ന് കേശാദിപാദം, തല മുതൽ പാദം വരെ, പിന്നെ പാദാദികേശം, പാദം മുതൽക്ക്. അപ്പം എന്തായി? ഒരു സർക്കിളായി. മനസ്സിലായില്ലേ? ഒരു പോയിന്റിൽ നിന്ന് പുറപ്പെട്ട് അതേ പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീഹരിയുടെ എല്ലാവിധ അനുഗ്രഹാശസ്സുകൾക്കും നാം ഓരോരുത്തരും പാത്രീഭൂതരാവട്ടെ എന്ന് സ്മരിച്ചുകൊണ്ടും, പിന്നെയോ ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.